പോടാ. അവന്റെ ലൊടുക്ക് ഓട്ടോറിക്ഷ കാണിച്ചു തരാൻ ഞാൻ നിനക്ക്. നിന്റെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറ്റും. പോടാ പോടാ നോക്കാതെ. എടി അവിടെ വരെ ഓട്ടോറിക്ഷ അവന് കൊണ്ടുവരാൻ ഇങ്ങോട്ട് ഇറക്കി എന്താ കുഴപ്പം? അപ്പൊ ഈ വഴി നന്നാക്കണോന്ന് ഇത്ര നാളായിട്ട് അത് പറ്റി. വഴി നന്നാക്കാൻ നമ്മൾ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലടുത്തതിൽ നമ്മൾ ശരിയാക്കും. തൂമ്പ പിന്നെ അമ്മേ അമ്മേ കളിക്കുന്നു. ക്ലീറ്റസിനെ അറിഞ്ഞൂടാന്. അമ്മേ ഓട്ടോറിക്ഷ ആയിട്ട് വന്നേക്കുന്നു. അമ്മ എവിടെ പോയി? അയ്യോ എടി നീ എവിടെ പോയിരുന്നതാ? എന്താ വാങ്ങിക്കാൻ? ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. എന്തോന്ന് കാണിച്ചിട്ടേ? മാല മേടിച്ച്. എടി മാല വാങ്ങിക്കാൻ പോയതാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഒരു ഇത് ആനപാലിരിക്കുന്ന ഒരു മോതിരം ഉണ്ടാക്കിക്കണം. അതെനിക്കിതാ, ഞാൻ എന്തെങ്കിലും മോതിരം ഉണ്ടാക്കിയിട്ടോളാം. നല്ലതാണോ അമ്മേ? തങ്കത്തിന്റെ ഒരു ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തമ്മ. ഒരു 1.5 പവൻ. 1.5 ഒരു 2.5 പട അല്ലേ? നല്ല മതിപ്പുണ്ട്. എന്താണെന്ന് അറിയില്ലേ? ചെയിനോ സ്വർണ്ണാണോ? എന്താ ഞങ്ങക്ക് സ്വർണം മേടിക്കാൻ മുക്ക് എന്റെ മാല തൊണ്ട നിനക്ക് എന്താ അർഹത? തൊടണ്ട നീ. അല്ല ഇതിന് മാത്രം പൈസ എവിടുന്ന നിങ്ങൾക്ക്? എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ടായിരുന്നു, അത് വന്നു. ഞങ്ങൾ പോയി ഇച്ചിരി സ്വർണവും വാങ്ങിച്ചു, കൊച്ചിനൊരു ഉടുപ്പും വാങ്ങിച്ച്. എന്താ ഞങ്ങളൊന്നും നന്നാവണമെന്ന് നിനക്ക് സഹിക്കണില്ലേ അല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ തങ്കം വിചാരിച്ചാലും നടക്കുന്ന്. അന്ന് നീ എന്താ പറഞ്ഞത്? ഒരു മാല കളഞ്ഞു കിട്ടി. ഇപ്പൊ അമ്മ ഇവൻ എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? നിന്റെ ഭർത്താവിന് വേലയും കൂലിയും ഇല്ല, നീ ഇതൊന്നിട്ട് നടക്കണ്ട അല്ലേ? ഇപ്പൊ എനിക്ക് സാധിച്ചില്ലേ? എടി അത് നാട്ടുകാരുടെ മാലല്ലേ. ആരുടെ മാലയാണെങ്കിലും തല മറന്ന് എണ്ണ തേക്കരുത്. അതാ കളഞ്ഞു കിട്ടിയ മാലല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. ഞങ്ങൾ വിചാരിച്ചാൽ ഇതൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. സ്വർണം വാങ്ങിയതാവോ കൊള്ളാം, പക്ഷെ എത്ര കാലം കാണുന്നുള്ളതാണ്. എന്താണ് ഒരുമാതിരി ചൊറിയണ വർത്താനം പറയണ? എന്താ നിന്നെ തീറ്റി പോയിട്ട് വളർത്തണുണ്ടല്ലോ അവള്, മതിയല്ലോ ഇതിനാ കൂടുതല്. ഏറി വന്നാ 4 ദിവസം ഉണ്ടാവും അവളുടെ കഴുത്തില്. 5ാമത്തെ ദിവസം അവനെ അത് ഉരുക്കി തൂക്കി വെക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെല്ലാം കൊണ്ടുപോയി പണയം വെക്കുക ചെയ്യും. ചിലപ്പോ ഞാൻ തൂക്കി വിറ്റുന്നിരിക്കും, ചിലപ്പോ പണയം വെച്ചിരിക്കും. അതിനുള്ള അവകാശം എനിക്കുണ്ട്. എന്റെ ഭാര്യയുടെ മുതലാണ്. ഇതന്നെ ഞാൻ പറഞ്ഞത്. കണ്ടാ ഒന്നുമില്ല. എന്റെ ക്ലീറ്റോ നിന്റെ സ്വഭാവമുള്ള ആളൊന്നുമല്ല. അങ്ങനെ കഴുത്തേ കിടക്കണ സാധനം കൊണ്ട് വിൽക്കാനൊക്കെ കേട്ടോ. അഥവാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇല്ലെങ്കിൽ നീ നോക്കിക്കോ. ബെറ്റടിക്കണ്ട, നീ ബെറ്റടിക്കണ്ട. നിന്നോട് പറയാൻ ഒരാഴ്ച നോക്കി, ഒരാഴ്ച ഇല്ലെങ്കിൽ 10 ദിവസം, അതിൽ കൂടുതൽ ഈ സാധനം നിന്റെ കഴുത്തിലുണ്ടാവില്ല. ശരി, എന്നാലേ ഞാൻ ഈ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കാണിച്ചു തരാടാ. അമ്മ ഇങ്ങനെ അവന് സൈഡ് നിന്നോ എല്ലാത്തിനും. നീ എന്തിനാടാ ആവശ്യമില്ലാത്തൊക്കെ പറയാൻ പോയത്? അവക്ക് മനോവിഷമായില്ലേ അത്? അവക്ക് എന്ത് മനോവിഷമം? എന്റെ അമ്മ, ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരികേറ്റുമ്പോ ഒരു 10 ദിവസം അവിടെ കഴുത്തിൽ അത് കിടക്കും. അത് അവിടെ കഴുത്ത് കിടക്കുന്നത് കാണാനുള്ള മോഹം കൊണ്ട് പറഞ്ഞാണ് ഞാൻ. നമ്മൾ മോഹിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കൊച്ചു വളർന്നു വരുന്നെന്നുള്ള ഓർമ്മ അവർക്കുണ്ടെങ്കിൽ അവരത് സൂക്ഷിച്ചു വെക്കും. അതേ എനിക്ക് പറയാനുള്ളൂ.